ഇറങ്ങണ്ടെന്ന് പറഞ്ഞാൽ എങ്ങനെയാടാ ശരിയാവുന്നത്? നമുക്ക് ഇറങ്ങണ്ടേ? അമ്മ ഉണ്ട്, അമ്മ ഉണ്ട്, അമ്മ ഉണ്ട്, അച്ചപ്പ ഉണ്ട്. വേണ്ട 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 വേണ്ട, ഞാൻ വേണമെങ്കിൽ ഏതാ നിഷേട്ടാ എനിക്ക് നല്ലത്? കിട്ടുന്ന കളക്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയൊന്നും പറയുന്നത് ഞാൻ എടുക്കും. ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ മീനലക്ഷ്മി. അങ്ങനെ നിങ്ങൾ എല്ലാവരും ഓണത്തിന്റെ തിരക്കിലാണെന്ന് അറിയാം. അപ്പോൾ എൻ്റെ കല്യാണമല്ലോ, ഉണ്ണിച്ചേട്ടൻ്റെ കല്യാണത്തിൻ്റെ ഒക്കെ വീഡിയോസ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഓണം വരുന്നത്. ശരിക്കും പറഞ്ഞാൽ ഭയങ്കര സന്തോഷമുള്ളൊരു ഓണമാണിത്. എന്താണെന്നുള്ളതിന് രണ്ട് റീസൺ ഉണ്ട്. എന്താ പറയുന്നത്, ഇരട്ടി മധുരം എന്നൊക്കെ പറയുന്ന പോലെ. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത്, ഞങ്ങൾ ആദ്യമായിട്ട് വീട് വെച്ചിട്ട് ഞങ്ങളുടെ ഫസ്റ്റ് ഓണം, അല്ലെ വീടിൻ്റെ ഒരു ഫസ്റ്റ് ഓണമാണ്. കഴിഞ്ഞ പ്രാവശ്യത്തെ ഓണം വരെ നമ്മൾ പല വീട്ടിലും, കഴിഞ്ഞ വർഷത്തെ ഓണം ഞാൻ അനീഷൻ്റെ വീട്ടിലായിരുന്നു, അതിന് മുമ്പ് അമ്മയുടെ വീട്ടിലായിരുന്നു. അപ്പോൾ പല സ്ഥലത്തായിരുന്നു നമ്മൾ ഓണം ആഘോഷിച്ചുകൊണ്ടിരുന്നത്. ഇത്തവണ നമ്മുടെ സ്വന്തം വീട്ടിലാണ് ഓണം ആഘോഷിക്കുന്നത്. അപ്പോൾ അതിൻ്റെ സന്തോഷവും അതിൻ്റെ എക്സൈറ്റ്മെൻറ്റും എന്തുമാത്രമാണെന്ന് പറഞ്ഞാൽ എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. മേ ബി അത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളവർക്ക് അറിയായിരിക്കും. അതുകൂടാതെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഉണ്ണിച്ചൻ്റെയും കൊച്ചുവിൻ്റെയും ഫസ്റ്റ് ഓണമാണ്. അപ്പോൾ അതുകൊണ്ട് ഭയങ്കര സ്പെഷ്യലാണ്. നമ്മുടെ വീട്ടിൽ നമ്മൾ ഇപ്രാവശ്യം എല്ലാവരും വിളിച്ചിട്ട് ഗെയിംസും സദ്യയൊക്കെ നമ്മുടെ വീട്ടിൽ വെച്ചാണ് അറേഞ്ച് ചെയ്യുന്നത്. അപ്പോൾ ഓണം വരുന്നതിന് മുമ്പ് ഇറ്റ്സ് റിയലി ഇമ്പോർട്ടൻറ്റ് ഓണത്തിൻ്റെ പർച്ചേസ് എന്ന് പറഞ്ഞ സംഭവം. അപ്പം നമ്മളെല്ലാവരും കൂടി ഓണത്തിൻ്റെ പർച്ചേസിന് വേണ്ടി ഇവിടെ വന്നിരിക്കുന്നത് മുത്തൂറുള്ള മഹാലക്ഷ്മിയിലാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ചാനൽ കാണുന്നവർക്കറിയാം, ഞാൻ കുറേ നാളുകളായിട്ട് ഇവിടെ ഇടയ്ക്കിടയ്ക്ക് വന്ന് ഷോപ്പ് ചെയ്യുന്നതിൻ്റെ വീഡിയോസൊക്കെ ഇടാറുണ്ട്. അതുകൂടാതെ ഈ തിരുവല്ല കോട്ടയം നല്ല ഒരുമാതിരിപ്പെട്ട എല്ലാ സ്ഥലത്തുള്ള ആൾക്കാരും ഈ മഹാലക്ഷ്മിയിൽ വന്നിട്ട് പർച്ചേസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇന്ന് ഞാനും അച്ഛനും അമ്മയും അനീഷേട്ടനും പിന്നെ അഞ്ചേച്ചിയും പിന്നെ ഇടയ്ക്ക് ചിലപ്പോൾ അപ്പച്ചിമാർ ജോയിൻ ചെയ്യും. പക്ഷേ കൊച്ചും ഉഞ്ചനും ഇന്ന് ഇല്ല, അവർ ബാംഗ്ലൂർ പോയിരിക്കുകയാണ്. അപ്പം നമ്മളെല്ലാവർക്കും വേണ്ടിയിട്ടുള്ള ഷോപ്പിങ്ങിന് വേണ്ടി വന്നിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് അധികം താമസിക്കാതെ പെട്ടെന്ന് കയറാൻ വെച്ചാൽ ഓണം ആയത് കാരണം നല്ല തിരക്കുണ്ട്. ഈ ഗ്യാപ്പിനിടെ ഏത് സമയത്ത് നമ്മൾ ഷോപ്പ് ചെയ്ത് കഴിയുമെന്ന് എനിക്കറിയത്തില്ല. ഇതിനകത്ത് കയറി കഴിയുമ്പോൾ പിന്നെ ഭയങ്കര ത്വരയാണ്. നമുക്കിങ്ങനെ എടുത്ത് പിന്നെ തിരിച്ചിറങ്ങുമ്പോഴത്തേനാണ് രാത്രിയായാലേ എന്നുള്ളൊരു ഫീൽ കിട്ടുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് ഓണത്തിന്റെ സാരിയും ഓണത്തിന്റെ നമ്മളിവിടെ വരുമ്പോഴത്തേക്കിനുള്ള ഇതെന്താണെന്നറിയാമോ? ഇവിടെ തന്നെ നമുക്ക് മുന്നോട്ട് നീങ്ങാൻ പറ്റത്തില്ല. പല സൈഡിൽ പല റേഞ്ചിൽ പല ഡ്രസ്സുകൾ ഇവിടെ ഇരിക്കുന്ന കാരണം ഇവിടെ ചുരിദാറിൻ്റെ സെറ്റുകളൊക്കെ ഏകദേശം 495 695 വെച്ചിരിക്കുന്നത്. അപ്പോൾ ആദ്യം വരുമ്പോഴേ തന്നെ നമ്മളിങ്ങനെ അട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഫസ്റ്റ് തന്നെ സെറ്റ് സാരി നോക്കാം. ഹലോ, ഇതാരാ ഇത്? നമുക്ക് സെറ്റും മുണ്ട് നോക്കാനാണ്. ഏതെങ്കിലും പുതിയ ട്രെൻഡിങ് അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടോ? ടിഷ്യൂവിൽ തന്നെ വരുന്നത്. ഇതിന്റെ ഡാർക്ക് കളേഴ്സും ഉണ്ട്, ലൈറ്റ് കളേഴ്സും ഉണ്ട്. എത്ര കളേഴ്സ് ഉണ്ട് ഇത്? ഇതിന്റെ ഒരു 4-5 ഷെയ്ഡ്സ് ഉണ്ട്. ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് പ്ലെയിൻ സെറ്റ് സാരി എടുത്തിട്ട് നമുക്ക് ഇവിടെ തന്നെ ഡൈ ചെയ്തും തരും. ഓക്കെ. പിന്നെ വരുന്നത് ടിഷ്യൂവിൽ വരുന്ന ഇതുപോലെ മ്യൂറൽ വരുന്ന ടൈപ്പ് വരുന്നുണ്ട് മേഡം. റോസ് ഗോൾഡിൽ തന്നെ റോസ് ഗോൾഡ് വരുന്ന ടൈപ്പ്. ഇത് നല്ല രസമുണ്ട് അല്ലേ? ഇതിന്റെ വേറെ ഷെയ്ഡ് ഉണ്ട്. ഇതിന്റെ വേറെ ഷെയ്ഡ്സ് കാണിക്കാവോ? കോഫി ബ്രൗൺ. അഞ്ചേച്ചി കഴിഞ്ഞ പ്രാവശ്യം ഓണത്തിന് ഒരു കോഫി ബ്രൗൺ ഷെയ്ഡായിരുന്നു. ഇത് എത്ര റേഞ്ച് വരുന്നത്? റേഞ്ച് വരുന്ന എല്ലാം ഒരു ബിലോ 1000. പിന്നെ നമുക്ക് ഈ ഒരു ഗ്രീൻ ഒന്ന് കാണിക്കോ? ആ 3 കോട്ടണിൽ വന്നിട്ട് കസവിനകത്ത് തന്നെ. ഇത് ഹാൻഡ്ലൂം ആണോ? ഹാൻഡ്ലൂം കോട്ടൺ. ഹാൻഡ്ലൂം. ഇതിന്റെ എല്ലാം ഇത് പക്ഷെ റേഞ്ച് കുറച്ച് ഹാൻഡ്ലൂം ആകുമ്പോൾ കുറച്ച് വ്യത്യാസം വരും. 1000 എബോവ് വരും. ഓക്കെ. നമുക്ക് മറ്റൊന്നാ സെറ്റ് സാരിയോ? അത് ഇവിടെ തന്നെ ആണോ? ഇവിടെ തന്നെ മേഡം. ഇത് കൊള്ളാം. ഇങ്ങോട്ട് ഇത് ഫുള്ള് സ്ട്രൈപ്സ് അല്ല അല്ലേ? ഇത് ഫുള്ള് സ്ട്രൈപ്സ് വരുന്നില്ല. സൈഡ് ബോർഡർ ഉണ്ട്. ഇത് ഹാൻഡ്ലൂം ആണോ? ഹാൻഡ്ലൂമാ. ഇത് കൊള്ളാം. പിന്നെ ഇത് ഫ്ലോറൽ വരുന്നത്. ഇതും കൊള്ളാം. എനിക്ക് തോന്നുന്നു ഇപ്പം ഈ മ്യൂറൽസിനെക്കാട്ടിലൊക്കെ എനിക്കൊന്ന് കുറച്ചുകൂടെ ട്രെൻഡിങ് ഇതാന്ന് തോന്നുന്നു. ഇതും കൊള്ളാം കേട്ടോ. ത്രെഡ് വർക്ക് യൂഷ്വലി മറ്റേ ഈ ക്രിസ്ത്യൻസ് ഒക്കെ പള്ളിയിൽ ഉടുക്കണ സാരിയിലാണ് കൂടുതലും കണ്ടിരിക്കുന്നത്. അതെ, കസവിന്റെ കൂടെ ഒരു ഫ്യൂഷൻ. ഇതും കൊള്ളാലോ. ടിഷ്യൂ അല്ലാത്ത ചെക്കിൽ വരുന്ന. ഇതൊരു 2000 റേഞ്ച് വരും അല്ലേ?
വർക്കാണ് വരുന്നത്. ബില്ലടിച്ചുകൊണ്ട് വരാം. ഫുള്ള് ഫ്ലോറൽ, കുറച്ച് കളർഫുൾ ആയിട്ട് നിൽക്കാം. ഇത് നമുക്ക് നോർമലായിട്ട് യൂസ് ചെയ്യാവുന്ന ടൈപ്പാ. അല്ലാതെ വേണമെങ്കിൽ കല്യാണത്തിനും ഒക്കെ വേണേലും കൊടുക്കാം. എനിക്ക് ആ വയലറ്റിന്റെ അതൊന്ന് കാണിക്കാവോ? ഇത് അതിന്റെ നമ്മൾ മുമ്പേ നോക്കിയതിന്റെ വേറെ ഇത് കണ്ടോ? ഇപ്പൊ ഇതിനകത്തൊക്കെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ നല്ല വയലറ്റ് കളറിലെ ബ്ലൗസ് ഒക്കെ ഇടുവാണെങ്കിൽ നല്ല രസമായിരിക്കും. ഇത് വേണോ ഇത് വേണോ? ഇതോ ഇതാണോ നല്ലത്? കുറച്ചുകൂടെ മറ്റേതിനേക്കാളും ത്രെഡ് അറിയാനാണ്. അപ്പൊ ഇത് തന്നാ മാറ്റിക്കോ. നമുക്ക് നമ്മുടെ നോർമൽ അല്ലാത്ത സാരീസ് ഇല്ലേ? ആ സാരീസ് കാഞ്ചീപുരം സിൽക്ക് സാരീസ്, അത് ഫസ്റ്റ് ഫ്ലോർ അല്ലേ? ഫസ്റ്റ് ഫ്ലോർ ആണെന്ന് എനിക്കറിയാം, എന്നാലും ഞാൻ വെറുതെ ചോദിച്ചതേ ഉള്ളൂ. അതുകൊണ്ട് അച്ഛനും അമ്മയൊക്കെ നിൽക്കുന്നു. കുറച്ചു നേരം എനിക്ക് തരാവോന്ന് ചോദിക്കും കളിക്കാൻ. തരാവോ? ചോറ് കൊടുക്കാന്ന് പറ. എടുത്തോളാം. വാ. ഇങ്ങനെ പോയാ ഇവൻ കൊറേ ആൾക്കാരെ കൊണ്ടുവരും. ഇത് അൺസ്റ്റിച്ച്ഡ് ചുരിദാർ ആണോ? ഇതുകൂടെ നമുക്കൊന്ന് നോക്കാം. എൻ്റെ അമ്മ ഒരു അടിപൊളി കളക്ഷൻ ആട്ടോ, കുറേ ഉണ്ട്. കറാച്ചി വർക്ക് വരുന്നത് ഫുൾ വർക്കായിട്ടാണ് വരുന്നത്. കൊള്ളാല്ലേ? ഷോളും വർക്കായിട്ട് തന്നെ. ഇതിന്റെ ഡിഫറെന്റ് കളേഴ്സ് ആണ്. ഇതാ പറഞ്ഞ ഇവിടെ നമ്മൾ ഒരെണ്ണം വാങ്ങാൻ വരും, വേറെ ഏതെങ്കിലും ഒക്കെ. ഇത് നല്ലതാ. ഇത് നല്ല കളറല്ലേ? ഒത്തിരി പേസ്റ്റൽ ഷെയ്ഡ്സിന്റെ നല്ല കളേഴ്സ് ഉണ്ടല്ലേ? അനീഷേട്ടാ, ഏതാ അനീഷേട്ടാ എനിക്ക് നല്ലത്? ഏതാ അനീഷേട്ടൻ? അഞ്ചേച്ചി ഇടയ്ക്ക് എന്നെയും കൂടെ നോക്കാം ചേച്ചി. നല്ല ചുരിദാറാണോ അതോ ലെഹങ്കയാണോ? ലെഹങ്കയല്ലേ, ഇതൊക്കെ ചുരിദാറാണ്. അൺസ്റ്റിച്ച്ഡ് ചുരിദാറാ. ഇതിപ്പോ ടോപ്പ് തയ്ക്കും, ഇത് ഷോള് തയ്ക്കും, ഇത് പാന്റ് തയ്ക്കും. ലിനനില് വരുന്ന ചുരിദാർ അല്ലേ? നിങ്ങൾക്ക് മാത്രമല്ല ലിനൻ ഷർട്ടുള്ളത്, ഞങ്ങൾക്ക് ലിനന്റെ ചുരിദാർ. ഇതിനകത്ത് കൊറേ ഉണ്ട്, നമുക്കിത് കാണുമ്പോഴത്തേക്കിന് ഏതാ ചൂസ് ചെയ്യേണ്ടതെന്ന്. നല്ല ദുപ്പട്ടല്ലേ, നല്ല പിങ്ക്. അതെ. ഇതിനകത്തുനിന്ന് നമ്മൾ ആ മുമ്പേ എടുത്ത ആ ഒരു ഗ്രീൻ ഇല്ലേ, ഈ ഗ്രീൻ മാറ്റാം, പിന്നെ ഈ റോസ് മാറ്റാം, പിന്നെ അഞ്ചേച്ചി ആ ബ്ലൂ പറഞ്ഞില്ലേ, ലിനൻ വേണ്ട. എനിക്ക് നല്ല ഇങ്ങനെ എടുത്തു വെക്കണം. ഇതും കൂടെ വെച്ചോ, നമുക്ക് അവസാനം ഫൈനലൈസ് ചെയ്യാം. എന്നാ ലിനൻ ഭർത്താവ് പറഞ്ഞല്ലേ, ലിനനും കൂടെ എടുത്തേക്കാം. നമ്മ സിൽക്കിന്റെ അവിടെ അല്ലേ? ഓക്കെ. നല്ല സിമ്പിൾ എലഗന്റ്. അനീഷാണ് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇഷ്ടപ്പെടും അല്ലേ? കളർ അധികമൊന്നും ഇല്ല, അധികം തിളക്കമൊന്നും ഇല്ല, വളരെ സിമ്പിൾ ആയിട്ടുള്ള സാധനം. ഇത് നല്ല. ഇത് അതിന്റെ വേറെ ഷെയ്ഡ്സ് ആണോ? ഷെയ്ഡ്സ്. ഇത് കൊള്ളാം അല്ലേ? ഇത് ടോപ്പിന്റെ അല്ലേ? ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും ചേച്ചി. ഇത് മാറ്റി വെച്ചോ. സത്യം പറഞ്ഞാൽ അനീഷോട് പറഞ്ഞല്ലേ എനിക്ക് ഏതെങ്കിലും ഒരു ഡ്രസ്സ് എടുത്തോണ്ട് തന്നാൽ മതി. വെറുതെ നമ്മളിങ്ങനെ വരുമ്പോഴത്തേക്കിന് പലതും നോക്കി എന്തായാലും ഇതും എടുത്തോ. ഇന്ന് നമുക്ക് സാരി ഓക്കെ, അങ്ങനെയുള്ള എല്ലാവരും പോരട്ടെ, ഓരോന്നും ചെയ്തോ. അല്ല ഇത്തവണ കുറച്ച് ഞങ്ങളുടെ ഒരോണം കഴിഞ്ഞു, എല്ലാ ഓണം. സത്യം പറഞ്ഞാൽ നമ്മൾ സാരിക്കാണ് വന്നത്. അവസാനം ഇവിടെ ഇപ്പൊ സെറ്റ് സാരി നോക്കി, ഇവിടെ ഇപ്പൊ ചുരിദാർ നോക്കി. പക്ഷെ സെറ്റ് സാരിയും ചുരിദാറും ഒരു രക്ഷയില്ല കേട്ടോ, അല്ലേ? സെറ്റ് സാരി ആ ചുരിദാറിന്റെ സെക്ഷൻ ഒരു രക്ഷയില്ല. കിഡിലൻ കളക്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളി കളക്ഷൻസ് വന്നോണ്ടിരിക്കും അല്ലേ? അപ്പൊ ഓരോ ആഴ്ചയിലും വന്ന് ഒരു എന്റെ ദൈവമേ, പക്ഷെ അടിപൊളി ഒരു രക്ഷയില്ലാത്ത കളക്ഷൻസ് ആ ചുരിദാറിന്റെ സെക്ഷനിൽ വന്നിരിക്കുന്നത്. അടുത്ത സെക്ഷനിലൊക്കെ എല്ലായിടത്തും ഓണത്തിന്റെ വൈബ് വന്നിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു ഇന്നൊരു ഫ്രീ ദിവസം ഉള്ള കാരണം എല്ലാവരും പർച്ചേസിന് വേണ്ടി ഇറങ്ങിക്കുക. ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കുമ്പോഴത്തേക്കും എല്ലാവരും മാറി പോവാണ്. നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും ഓണത്തിന്റെ ഫുൾ റഷ് വന്നിരിക്കുക. ശരിക്കും പറഞ്ഞാൽ ഓണം സ്റ്റാർട്ട് ചെയ്ത് എനിക്ക് തോന്നുന്നു ഷോപ്പിംഗ് കൊണ്ടിട്ടാണ്, പിന്നെ സദ്യയും ബാക്കിയുള്ള എല്ലാ സാധനങ്ങളും വരത്തുള്ളൂ. ഓൾറെഡി നല്ല ഇവിടെ ഫുൾ റഷായിട്ട് നടന്നുകൊണ്ടിരിക്കുക. ചാച്ച പറഞ്ഞേക്ക് ഞാൻ വീട്ടിൽ പോവാന്ന് പറ.
ടാറ്റ ടാറ്റ അവിടത്തേക്ക് ടാറ്റ. നിങ്ങൾ ബാക്കി എനിക്കൂടെ ഷോപ്പ് ചെയ്തിട്ട് വരണമെന്ന് പറയാം. ടാറ്റ. എത്ര ഉടുപ്പ് വേണം? ഫോട്ടോ ഫോട്ടോ ഫോട്ടോ. ഞാൻ വിചാരിച്ചോണ്ടിരുന്നേ അഞ്ജുശ്രീ ഒരു ഫ്രണ്ടിന്റെ കല്യാണമുണ്ട്, ബെസ്റ്റ് ഫ്രണ്ടാണ്. അപ്പോൾ അവളിങ്ങനെ പല സ്ഥലത്തും ഡ്രസ്സ് തപ്പിക്കൊണ്ടിരിക്കുക. അപ്പം നമുക്ക് സാരീസിൽ എന്തെങ്കിലുമൊക്കെ വെറൈറ്റി ഇതുള്ളല്ലേ? ഇതൊക്കെ വെഡിങ് സാരിയിൽ വന്നിരിക്കുന്നത് പുതിയ മോഡൽ വരുന്നേക്കുന്നത്. ടിഷ്യൂല് ബ്രൊക്കേഡ് വന്നിട്ട് കോൺട്രാസ്റ്റ് ബോർഡർ വരുന്ന ടൈപ്പ് വന്നിരിക്കുന്നത്. ഇതിന് വേറെ കളേഴ്സും എല്ലാം ഉണ്ട്. ഉണ്ടല്ലേ? പക്ഷെ നല്ല രസമുണ്ടല്ലേ? പ്യുവർ ടിഷ്യൂല് ഒരു പ്രൗഡ് എന്താ പറയുക, പ്രൗഡി ലുക്ക് വരുന്നത്. ഇവർക്ക് വരുന്നത് പ്യുവർ ടിഷ്യൂല് വന്നേക്കുന്നത്. ഓക്കെ, നല്ല കളർ. ഒന്നുകൂടെ കല്യാണം കഴിക്കണം. അതെ, സാരി വാങ്ങിക്കാൻ എനിക്ക് ഒന്നുകൂടെ കല്യാണം കഴിക്കണമെന്നില്ല. ഇത് സെറ്റ് ആയിട്ട് വരുന്നത്. ഇതിന് നമുക്ക് പേസ്റ്റൽ ഷെയ്ഡും മിക്കവാറും എല്ലാ കളേഴ്സും അവൈലബിൾ ആണ്. ഇത് അതിന്റെ തന്നെ ഇത് സാരി ആയിട്ട് വരുന്നത്. ഇത് കൊള്ളാം അല്ലേ? പാർട്ടി മറ്റേ റിസപ്ഷനും അല്ലാതൊക്കെ യൂസ് ചെയ്യാൻ നമുക്കിവിടെ കസ്റ്റമൈസേഷനും ഉണ്ട്, ബ്ലൂമിന്റെ ഉണ്ട്. പക്ഷെ നല്ല കളർ അല്ലേ? നല്ല കളർ കോമ്പിനേഷൻ. എന്താ പറയുക, ഭയങ്കര സോഫ്റ്റ് സിൽക്കിൽ വരുന്ന മലയാള തനിമയുടെ ഇതൊക്കെ തുളുമ്പാൻ പറ്റുന്ന ഒരു ടൈപ്പ് ഓഫ് സാരി. പേസ്റ്റൽ ഷെയ്ഡിൽ വരുന്നുണ്ട്, ഡാർക്ക് ഷെയ്ഡ് ബോർഡർ വരുന്ന ടൈപ്പാണ് കൂടുതൽ വരുന്നത്. ഇത് നല്ലൊരു ഗ്രീൻ ഷെയ്ഡ് അല്ലേ? ബോട്ടിൽ ഗ്രീൻ. എനിക്കൊന്ന് നന്ദു ഉണ്ണിച്ചേട്ടന്റെ കല്യാണത്തിന് നല്ലതായിരിക്കും. ഇത് ശരിക്കും ഈ കളറിലെ ബ്ലൗസ് ഇട്ടിട്ട് നല്ല രസമായിരുന്നു. ഒന്നുമില്ല, പ്ലെയിൻ ഹാൻഡ് വർക്ക് ചെയ്യാതെ വെറുതെ ഇട്ടിട്ട് തന്നെ. അതെ, റിസപ്ഷന്റെ സാരി. പിന്നെ അമ്മ ഹൗസ് വാമിങ്ങിന്, ഞങ്ങളുടെ ഹൗസ് വാമിങ്ങിന് ഇട്ട സാരിയുടെ കളർ ഇതായിരുന്നു. നല്ലൊരു കളറായത്. ഇനി നമുക്ക് കുറച്ച് കളക്ഷൻസ് ഓഫ് സാരീസ് നോക്കാം. കല്യാണത്തിന് കൊടുക്കാൻ പറ്റുന്ന വെഡിങ് സാരിയുടെ ടൈപ്പ്, വെഡിങ് സാരി ടൈപ്പ് ആണ്. സ്വന്തം ഒറ്റൊരു ബെസ്റ്റ് ഫ്രണ്ട്. ആ ബെസ്റ്റ് ഫ്രണ്ട് കല്യാണത്തിന് ഷൈൻ ചെയ്യാന്നുള്ളതാണ്. ഫസ്റ്റ് നമുക്ക് വെഡിങ് സാരി നോക്കാം. എങ്ങനത്തെ വേണ്ടേ? ഡിഫറെന്റ് ആയിട്ടുള്ള കളേഴ്സ്. ഫസ്റ്റ് നമുക്ക് ഇങ്ങനത്തെ ഒരു റെഡ് നോക്കട്ടെ. ഇത് ചേച്ചി റാണി പിങ്ക് ആണോ വരുന്നത്? റാണി പിങ്ക്. ബ്ലൂവില് വരുന്നുണ്ട്. അയ്യോ, റാണി പിങ്കിൽ തന്നെ വേറെ ഡിസൈൻ വരുന്നത്. ഇതേതായിരുന്നു? ഒരു ലൈറ്റ് ഷെയ്ഡ്. അത് പീച്ച് കൂടിയ ഒരു ഷെയ്ഡാണ്. പീക്കോ ഗ്രീൻ. നല്ലൊരു കളർ അല്ലേ? അതെ, എന്റെ കല്യാണം തൊട്ട് ഞാൻ ഈ കളർ നോക്കുന്നത്, ഇതുവരെ ഈ കളർ എടുത്തിട്ടില്ല. ഇത് വരുമ്പോ കോൺട്രാസ്റ്റ് വരും. അങ്ങനെ ബോർഡർ വരുമ്പോ കോൺട്രാസ്റ്റ്. ഇത് കൊള്ളാം അല്ലേ? ചുമപ്പാണോ മഞ്ഞയാണോ? അതാണ് പറ, ഏതാ? വീഡിയോ കോൾ ചെയ്ത് കാണിക്കാം. നമ്മള് ഉണ്ണിച്ചേട്ടന്റെ കല്യാണത്തിന് കൊച്ചൂര് സാരി എടുത്തപ്പോൾ മൂന്ന് വെച്ചാൽ ഒരെണ്ണം ഫസ്റ്റ് നല്ല ലൈറ്റ്, രണ്ടാമത്തത് കുറച്ചുകൂടെ ഡാർക്ക്, ലാസ്റ്റ് ഏറ്റവും ഡാർക്ക്. അങ്ങനെ 3 കളേഴ്സ് ആയിരുന്നു എടുത്തത്. അപ്പോൾ നിങ്ങൾ ഓണം പർച്ചേസിന് ഇറങ്ങിയായിരിക്കും അല്ലേ? ഓണം പർച്ചേസ് പുതിയ ഒരുപാട് കളക്ഷൻസ് വന്നിട്ടുണ്ട്. പിന്നെ ആ പുതിയ ലേറ്റസ്റ്റ് വന്ന ആ വീവറുടെ സാരികളെല്ലാം, ഇതൊരു പുതിയ വീവറാണ്. നമ്മുടെ ഒരു ലേറ്റസ്റ്റ് വീവറുടെ പുതിയ ട്രെൻഡി മന്ത്രകൂടി സാരിയാണ്. നിങ്ങളൊന്ന് കാണിച്ചു കൊടുക്കുന്നത്. ഈ വന്ന നല്ല കളക്ഷൻസ് ഉണ്ട് കേട്ടോ സാർ. ഇവിടെ പുതിയ ഒരുപാട് കളക്ഷൻസ് വന്നിട്ടുണ്ട്. എല്ലാ ആഴ്ചയിലും പുതിയ കളക്ഷൻസ് വരും. പ്രത്യേകിച്ച് മന്ത്രകോടി സാരിയിലും കാഞ്ചീപുരം സാരിയിലും ഒക്കെ വീക്ക്ലി കളക്ഷൻസ് ആണ്. ടിഷ്യൂവിൻ്റെ തന്നെ നിരവധി കളക്ഷൻസ് ഇപ്പോൾ വന്നിട്ടുണ്ട്. ഇതൊക്കെ സാധാരണ കാണാത്ത റെയർ കോമ്പിനേഷനായിട്ട് ഇങ്ങനെ ഒന്ന് കാണിച്ചു കൊടുത്ത ആ സാരി വെരി വളരെ ഇതിൻ്റെ ബോർഡർ തിരിച്ചു കാണിക്കും. ഇങ്ങനെ കാണിച്ചു ഇങ്ങനെ കാണിച്ചു. ഇതും അതിൻ്റെ ഒരു ഡിഫറെൻറ്റ് കളേഴ്സാണ്. ടിഷ്യൂ ആണ്. ഇത് നോക്കിയാൽ അതിൻ്റെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു റയർ കോമ്പിനേഷനാണ്. സാധാരണ നമ്മൾ കാണുന്ന ഇതിലായിട്ട് ഇതൊരു പീക്കോ കളറാണ്. പീക്കോക്ക് ആൻഡ് റോയൽ ബ്ലൂ മിക്സ് ആണ്. നമ്മുടെ വീവിങ് സാരികൾ കംപ്ലീറ്റ് നമ്മൾ പുതുതായിട്ട് എല്ലാ വീവേഴ്സിനും വാട്ടർ ജെറിയാണെന്ന് ഞാൻ പറഞ്ഞിരിക്കുന്നത്. ആ കളക്ഷൻസ് ഒരു കസവിൻ്റെ ആ ഒരു കുത്തലുണ്ടാവും. വളരെ എന്താണ് പറയുക, സൊഫിസ്റ്റിക്കേറ്റഡ് ആണ്. ഇതതിൻ്റെ ഷെർവാണിയാണ്. ഇതിൻ്റെ കംപ്ലീറ്റ് എത്നിക് വെയർ ആണ്. ഈ എത്നിക് വെയർ സെറ്റായിട്ട് കിട്ടും. അതേപറ്റി നിങ്ങൾക്ക് എവിടെയും കാണാൻ പറ്റില്ല. ഇതുണ്ട്, ഇതിൻ്റെ സെറ്റാണ്. അതിന് മാച്ചിങ് ആയിട്ടുള്ളത്. ഇപ്പോൾ ബ്രൈഡ്സിനും ഗ്രൂമിനും ഒരുപോലെ കാണാത്ത രീതിയിൽ കണ്ട ആ സാരി പിടിച്ചവനെ ഇങ്ങനെ പിടിച്ച് മുകളിൽ പിടിച്ച് ഷെയ്ഡ്സ്. ഇത് സാധാരണ ഒരിടെ നമ്മുടെ കയ്യിൽ മാത്രമാണ്. ഇതിൻ്റെ സ്പെഷ്യലാണ്. ബ്രൈഡ്സിനും അതിന് പറ്റുന്ന ഗ്രൂമിനും അതേ കോൺസെപ്റ്റിൽ തന്നെയുള്ള അതിൻ്റെ കോൺസെപ്റ്റിൽ സെയിം ആയിട്ട് നമുക്ക് വീവ് ചെയ്യുന്ന അത് നമ്മളെ എത്നിക് വെയറും നമ്മുടെ തന്നെ പ്രൊഡക്ഷനാണ്. അപ്പോൾ നമ്മുടെ ഇൻഹൗസിലാണ് ചെയ്യുന്നത്. നമ്മുടെ വീവേഴ്സ് ചെയ്യുന്ന സാരി കളക്ഷനാണ്. ഇത് സ്പെഷ്യലായിട്ട് തന്നെ അതിൻ്റെ മാച്ചിങ് ആണ്. കംപ്ലീറ്റ് ഡിസൈനറാണ്. ഇത് ആ സാരിയുടെ കളർ അനുസരിച്ച് നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നതാണ്. താഴത്തെ സ്പെഷ്യൽ സാരി. ഇതിൻ്റെ തന്നെ വൈൻ സാരി. വൈൻ നോക്കിയാൽ മതി. ഇത് വൈൻ സാരിയുടെ മാച്ചിങ് ആണ്. കംപ്ലീറ്റ്ലി വൈൻ കളറാണ്. അതിന് മാച്ചിങ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇത് സാധാരണ എവിടെയും അങ്ങനെ ചെയ്യാറില്ല. നമ്മൾ തന്നെ സ്പെസിഫിക്കലി സാരി ഡിസൈൻ ചെയ്യുന്നിടത്തുനിന്ന് നമ്മൾ എത്നിക് വെയർ ഡിസൈൻ ചെയ്ത് തുടങ്ങും.
അപ്പോൾ കാരണം നമ്മൾ നൂലിടുന്നത് തന്നെ വീവർക്ക് നൂല് കൊടുക്കുമ്പോൾ തന്നെ നമ്മൾ എന്ത് എത്നിക് വെയർ കൊടുക്കണം ആ നൂല് തന്നെ നമ്മുടെ എത്നിക് വെയർ മാനുഫാക്ചറിംഗ് യൂണിറ്റിലേക്ക് പോകും. കൊള്ളാല്ലേ? ഞാനത് പൊട്ടും തൊട്ട് ചന്ദനം തൊടാത്തതിൻ്റെ വ്യത്യാസമാണ് അല്ലേ? ഒരു പൊട്ടിലും ചന്ദനത്തിനും ഭയങ്കര വ്യത്യാസം. നമുക്ക് വേറെ ഏതെങ്കിലും ഒരു 2 കൂടെ ഒന്ന് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കാം. ബ്ലാക്കും ഇതൂടെ വെച്ചോ, കൺഫ്യൂഷൻ ആകും. ഇത് വേറൊരു ലുക്കല്ലേ? പക്ഷെ ഈ കളറ് അല്ലേ, ഇത് ഇത് കുറച്ചുകൂടെ എനിക്ക് ഇഷ്ടപ്പെട്ടത്. പക്ഷേ മറ്റേ യെല്ലോ ആയിരുന്നു. എനിക്ക് തോന്നുന്നു ഇവിടെ ഡാർക്കർ വന്നപ്പം ഭയങ്കരമായിട്ട് മുഖം ഭയങ്കര ബ്രൈറ്റ് ആയി. പക്ഷെ ഇതും നല്ലൊരു സാരിയാണ്, നല്ലൊരു കളർ. ഇതിനാണോ അത്? ഇതിനാണോ? ഇതിനും എനിക്ക് വേണ്ട 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 വേണ്ട. ഞാൻ പിണങ്ങി. ഞാനിവിടെ 4 വർഷം മുമ്പ് വന്നിട്ട് എന്നോട് എല്ലാം കൊള്ളാന്ന് പറഞ്ഞിട്ട് ഇപ്പൊ എന്നോട് കൊള്ളാന്നില്ല പറയണ്ടല്ലോ. ഓൾറെഡി നല്ലതാണല്ലോ. താങ്ക് യു. നമുക്ക് ഇത് കൊള്ളാലോ. ഇത് എന്ത് ടൈപ്പാ വരുന്നത്? ഇത് ഡിസൈനർ സാരീസ് വരുന്നതാണ് മാഡം. ആണോ? ഇത് ഓർഗൻസ, ജോർജറ്റ്, ടിഷ്യൂ ഫാബ്രിക്സ് വരുന്നത്. എനിക്കൊന്ന് റിസപ്ഷൻ ഒക്കെ കൊടുക്കാൻ പറ്റും. റിസപ്ഷൻ ക്രിസ്ത്യൻ ബ്രൈഡലിന് യൂസ് ചെയ്യും. റിസപ്ഷന് പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യുന്ന സാരീസ് കൂടുതലും പേസ്റ്റൽ ഷെയ്ഡിലാണ് മാഡം വരുന്നത്. നല്ല ഷെയ്ഡ്സ് ഹാൻഡ് വർക്ക് ചെയ്ത സാരീസ് കണ്ടതിന്റെ പോലത്തെ നല്ല അതേ വർക്കുകളായിരിക്കും വരുന്നത്. അതേപോലെ ലൈറ്റ് ഷെയ്ഡിലോ വരുന്നത്. ഇത് സ്റ്റാർട്ടിങ് ഒരു എത്ര റേഞ്ച് തൊട്ടാ ഉള്ളത്? സ്റ്റാർട്ടിങ് ഒരു 4000 മുതൽ സ്റ്റാർട്ടിങ്. ഇത് ഞങ്ങളുടെ ഏറ്റവും പുതിയ മോഡൽ വരുന്നത് മാഡം. സ്പെസിഫിക്കേഷൻസ് എന്താ? ലൈക്ക് ഇത് പുതിയൊരു മെറ്റീരിയലിലാണ് വന്നേക്കുന്നത്. ഫുള്ള് ഹാൻഡ് വർക്ക് ചെയ്ത് വരുന്നതാണ്. ഇതുണ്ട് ജോർജറ്റ് അല്ല, എന്നാൽ ടിഷ്യൂ അല്ല, ഒരു പ്രത്യേകത. നമ്മുടെ സോഫ്റ്റ് ആയിട്ട് കിടക്കും. നമുക്കൊന്ന് വെച്ച് നോക്കാം. ഇത് ഞാൻ വെച്ച് നോക്കാം. ഇത് അഞ്ച് വെച്ച് നോക്കിയോ? ആൾക്കാർ ചോദിച്ചു ചേച്ചിയുടെ അനിയത്തിന്റെ കല്യാണമാണ്. നല്ല രസമുണ്ടല്ലേ? നല്ല കളറ്. ആ ബ്ലൗസ് വെച്ചോ? ബ്ലൗസ് കൂടെ വെച്ചാണ്. എടുക്കട്ടെ? നിങ്ങളെടുത്തു. അങ്ങനൊന്നും പറയരുത്, ഞാൻ എടുക്കും. ഇഷ്ടംപോലെ പാർട്ടികളൊക്കെ വരുമല്ലേ? ചേച്ചി അനീഷേട്ടാ, ഇതായാലും ഇതിന് 40,000 രൂപ. ആ വെറുതെ പറഞ്ഞ 4,000 3,000 ഉള്ളൂ. ഒന്ന് പേടിപ്പിച്ചതാ. നിങ്ങളിങ്ങനെ ഈ സാരിയൊക്കെ ഇവിടെ കണ്ടോണ്ട് എങ്ങനെയാണ് നിങ്ങൾ നിൽക്കുന്നത്? കുഴപ്പമില്ല, ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് കാണുന്നോണ്ടാ. കുഴപ്പമില്ല. നമുക്കില്ലേ ഈ ഹൽദിക്കൊക്കെ ഇടാൻ പറ്റിയ ലെഹങ്കയുടെ സെറ്റ് നോക്കണം. അത് ഇവിടെ തന്നെ നമുക്ക് ലാസ്റ്റ് വരും. എൻ്റെ അമ്മ, ഇതിനകത്ത് കുറേ ഉണ്ടല്ലോ. നമുക്ക് ആ ഒരു സ്റ്റൈൽ വല്ല നോക്കിയാലോ? നല്ല എനിക്ക് അത് നല്ല രസമായിരിക്കും. വെൽവെറ്റ് ആണ് അത് ഞാൻ ഉദ്ദേശിച്ചത്. ഗ്രീൻ അല്ലേ? അപ്പൊ ഹൽദിക്കൊക്കെ പറ്റും. മെഹന്തിക്ക് പക്ഷെ ബാക്കി എല്ലാവരും യെല്ലോ ഇട്ടിട്ട് ബ്രൈഡ് കുറച്ച് ഹെവി ആയിട്ടുള്ള ഇതിനകത്ത് യെല്ലോ വരുന്നുണ്ട്. നല്ലൊരു ഡിസൈൻ ഫുള്ള് ഹെവി ആയിട്ട് വരും. വെൽവെറ്റിലല്ലേ വരുന്നത്? പച്ച എന്താന്ന് അറിയത്തില്ല. എവിടെ ചെന്നാലും പച്ചക്കിട്ട എവിടെ പിടിച്ചോണ്ടിരിക്കുന്നത്. ദുപ്പട്ട ഇതാ വരുന്നത്. ദുപ്പട്ട പക്ഷെ ഇത് നല്ല രസമുണ്ട് കേട്ടോ. ഇതിന്റെ ഈ വർക്ക് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഫുള്ള് സിൽവർ വർക്കാണ്. സിൽവർ വർക്ക് അല്ലേ? ഇതുപോലെ അല്ലേ നമ്മൾ ഈ ഒരു കോമ്പിനേഷൻ അല്ലേ താഴെ കണ്ടേ? അല്ലേ? ഓക്കെ. അനുഷ്ഠ ചോദിച്ചില്ല എങ്ങനെയാ സെറ്റ് ചെയ്യുന്നതെന്ന്. കണ്ടോ? ഞാൻ ഇടാതെ തന്നെ സെറ്റ് ചെയ്തു. കൈയില്ലാത്തോണ്ട് ഇപ്പൊ അത് ഫീൽ ചെയ്യുന്നില്ലല്ലോ. ഇപ്പൊ അത് ഫീൽ ചെയ്യുന്നില്ലല്ലോ. ഞാൻ വിചാരിച്ചതിലും നല്ല രസമുണ്ട്. ഇതൊക്കെ എനിക്ക് തോന്നുന്നു ആ ഒരു റേഞ്ച് അല്ലേ നോക്കുന്നത്? ഒരു 7,000 6,000 ഇതൊക്കെ ആ റേഞ്ചിലേ വരുന്നു. നമ്മളിത് കസ്റ്റമൈസ് ചെയ്താൽ അതിനേക്കാളും റേഞ്ച് ആവും. ഇത് കൊള്ളാം. കൊള്ളാം, നല്ല ഫ്ലേവറും ഉണ്ട്. അപ്പം ലേഡീസിന്റെ ഒക്കെ ഏകദേശം കഴിഞ്ഞല്ലോ. പിന്നെ നമുക്ക് ജെന്റ്സിലേക്ക് വേണമെങ്കിൽ പോവാം. വേണമെങ്കിൽ അല്ല, എല്ലാത്തിലും അങ്ങനെയാണല്ലോ. അവസാനം വരുമ്പോൾ ജെന്റ്സിന്റെ. നിങ്ങൾ ഏതെങ്കിലും ഷോപ്പിൽ കണ്ടിട്ടുണ്ടോ ആദ്യത്തെ ഫ്ലോറിൽ തന്നെ ജെന്റ്സിന്റെ ഡ്രസ്സുകൾ വെക്കുന്നത്? ജെന്റ്സ് ആണെങ്കിൽ ഒരു സാധനം എടുക്കണമെന്നുണ്ടെങ്കിൽ പോകുന്നു, ഒരു ഷർട്ട് ആണെങ്കിൽ ഒരു ഷർട്ട് എടുക്കുന്നു, തിരിച്ചു വരുന്നു. നിങ്ങളാണെങ്കിൽ എങ്ങനെയാണോ?
ഇതിപ്പോ നമ്മൾ സാരി എടുക്കാൻ വന്നിട്ട് എന്തൊക്കെ അങ്ങനെയല്ലേ താഴെ കൊച്ചു പിള്ളേരുടെ സാധനങ്ങളൊക്കെ മണ്ടയ്ക്ക് ആ എന്താണ് സാർ നമുക്ക് ജെൻസിനെ കടത്തു പോവാം. ജെൻസ് കറച്ചു ആണുങ്ങളുടെ മുണ്ടിനും ടൈ ആൻഡ് ഡൈ ഉണ്ട്. അനീഷേട്ടാ അതിന് മാച്ചിങ് ചെയ്തു തരാം. പുലികളിയുടെ ആ സംഭവം ഗോവൻ സ്റ്റൈല് ഇതിന്റെ ഷർട്ടും ഇല്ല നോക്കണോ? മറ്റേ കലങ്കാർ ടൈപ്പ് ഷർട്ട് ഉണ്ട് അല്ലേ? കലങ്കാരി ഷർട്ട് ടൈപ്പ് ഉണ്ട്. ഇതെല്ലാം റയോണിലാണ് വരുന്നത്. ഓക്കെ ഇത് നോക്കണം, മോഡൽ സിൽക്കിന്റെ പുതിയ പ്രിന്റഡ് ഷർട്ടിന്റെ കളക്ഷൻസ് ആയി വരുന്നത്. അജറക്കിന്റെ ഒക്കെ വരുന്ന ടൈപ്പ്. ഒരാള് ബ്ലാക്ക്, എല്ലാം ഒരു 495 ഒക്കെ വരുന്നത്. ആണോ? 495 നമുക്ക് കുർത്തയുടെ സെക്ഷൻ നോക്കാം, എന്നിട്ട് നമുക്ക് ഇത് വന്നെടുക്കാം. പ്രാവശ്യം എല്ലാവരും മറ്റേ ട്രെൻഡി ഓണം ആക്കട്ടെ നോക്കുക. വേണ്ട ചേച്ചി, ഇങ്ങനത്തെ കളങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സെക്ഷനാണ് മഹാലക്ഷ്മിയുടെ മെൻസിൻ്റെ സെക്ഷൻ. ബിക്കോസ് വേറൊന്നും കൊണ്ടല്ല, ഉണ്ണിച്ചേട്ടൻ്റെ കല്യാണത്തിന് അഞ്ചേച്ചിക്ക് ഓർമ്മയുണ്ടോ, ഞങ്ങൾ രാത്രി കല്യാണത്തിൻ്റെ അന്ന് തലേദിവസം രാത്രി 7:30 വന്നാണ് ഇവിടെ ഞങ്ങൾ ഷർട്ട് എടുത്തത്. എനിക്കിവിടെ സ്ഥിരം അല്ലല്ല ഉണ്ണിച്ചേട്ടൻ കുഞ്ഞിനെല്ലാം എടുത്താണ്. ആ കുഞ്ഞിനൊക്കെ നേരത്തെ എടുത്തു. ഉണ്ണിച്ചേട്ടൻ്റെ ഇതുപോലെ നമ്മൾ 2 ഷർട്ട് വേണമായിരുന്നു. പക്ഷെ നമുക്ക് ഒരു കുർത്ത നമുക്ക് കിട്ടിയുള്ളൂ, നമ്മൾ കസ്റ്റമൈസ് ചെയ്യിപ്പിച്ചാൽ. അപ്പം പക്ഷേ പെട്ടെന്ന് പിന്നെ നമ്മൾ തലേദിവസം രാത്രി എവിടെ, അപ്പോൾ ഇവിടെ വന്നപ്പം ഇഷ്ടപ്പെട്ടതും കിട്ടി, സൈസും കിട്ടി. അതുകൊണ്ട് എൻ്റെ ഒരു എപ്പോൾ ആണുങ്ങൾക്ക് ഞാൻ എന്ത് സാധനം എടുക്കേണ്ടത്, എന്നാലും കുർത്താസൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്, പല പല വെറൈറ്റി ഉണ്ട്. നമ്മുടെ കല്യാണത്തിനും തലേദിവസ പരിപാടിക്കും ഒക്കെ നമ്മൾ ഇവിടുന്ന് ഇവിടുന്നായിരുന്നു ഒരു ഗ്രാം ഗ്രീൻ കളറിലെ ഒരു കുർത്ത എടുത്തത്. ഫസ്റ്റ് അനീഷണ്ണ അന്നാണ് ഇവിടെ വരുന്നത്. ഇത് കൊള്ളാം. ഇത് ഇങ്ങനത്തെ ടൈപ്പ്, അതെ ഇങ്ങനത്തെ ടൈപ്പ് മെറ്റീരിയലിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ ഭയങ്കര സ്ലിം ലുക്ക് തരും. ഇതങ്ങ് ഭയങ്കര തിളക്കം കേട്ടോ. ഇതാർക്കാ ഇത്രയും തിളക്കം വേണ്ട? തിളക്കം കുറയ്ക്കണ്ട ഇന്ന്. വേണ്ട വേണ്ട, വെച്ചാ മതി. ഇനി അടുത്ത് വാ, നിങ്ങൾ 1 മൈൽ അകലെ നിന്ന് അങ്ങനെ കാണുന്നേ. അവിടെ പോയി അനീഷേട്ടാ, ഇനി അനീഷേട്ടന് സുഖമുള്ള കോട്ടൺ ടൈപ്പ്. ആ ഇത് ജീൻസിനോട് പോകും. എല്ലാം ചേരും. പിന്നെ വേണ്ട വേണ്ട, ബാക്കി നമുക്ക് കേൾക്കുന്നതിന് മുമ്പ് പോവാം. എനിക്ക് തോന്നുന്നു ഇതുമായിരിക്കും ബെറ്റർ. അപ്പോൾ ചേട്ടാ ഇത് എടുത്തോ. എന്നാ ഉണ്ട്, സുഖമാണോ? ഇവിടെ മിക്കവാറും ഡ്രസ്സ് എടുക്കാൻ വരുമ്പോഴത്തേന് ചേട്ടനാണ് എനിക്കിവിടെ മെൻസ് വെയറിലെ എല്ലാ സാധനങ്ങളും എടുത്ത് തരുന്നത്. സുഖം? കല്യാണത്തിന് ഞങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടിച്ചുള്ള. അപ്പോൾ ഹാപ്പി ആവണം. ഇനി അടുത്തത് നമുക്ക് നോക്കാനുള്ളത്, ഒരാൾ ഇവിടെ നമ്മുടെ അടുത്ത് ഉടുപ്പ് എടുക്കണേന്ന് പറഞ്ഞിട്ടൊക്കെയാണ് പോയത്. അപ്പം അതിൻ്റെ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോവാം. പിന്നെ എനിക്ക് 2 കുഞ്ഞ് അനിയത്തിമാരുണ്ട്, ട്വിൻസ്, അമ്മാവൻ്റെ മക്കൾ, അവർക്കൂടെ ഡ്രസ്സ് എടുക്കണം. കിഡ്സ് നമ്മൾ മുകളിലല്ലേ? കിട്ടി കേട്ടോ. ഇവിടെ നമുക്ക് പിന്നെ എനിക്ക് ലൂയിസ് ഫിലിപ്പിന്റെ ഇതുണ്ടോ? ലൂയിസ് ഫിലിപ്പ് മാത്രമല്ല, നമുക്ക് കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ബ്രാൻഡുകളുടെ ഇന്റർനാഷണൽ ബ്രാൻഡുകളുടെ കളക്ഷൻ നമ്മുടെ മഹാലക്ഷ്മി സിൽക്സിലുണ്ട്. അത്രയും ഉണ്ടായിരുന്നല്ലേ? ഞാൻ ഇടക്കിടയ്ക്ക് വന്ന് എടുക്കാറുണ്ടല്ലോ, അങ്ങനെ ഉണ്ടെന്ന് എനിക്കറിയത്തില്ലായിരുന്നു. ഇന്റർനാഷണൽ ബ്രാൻഡുകളായ സീലിയോ, ബ്ലാക്ക്ബെറി, യൂസ് പോളോ, ആരോ എല്ലാം ഉണ്ട്. നൂമറ യൂണോ, ലിനൻ ക്ലബ്ബ്, അങ്ങനെ ഇഷ്ടം പോലെ ബ്രാൻഡുകൾ. നമ്മള് പിന്നെ പെണ്ണുങ്ങളായിട്ട് പറഞ്ഞേ ഈ ആണുങ്ങളുടെ ബ്രാൻഡൊന്നും വലുതായിട്ട് നോക്കുന്നത്, ഒരു ഷർട്ട് വന്നെടുക്കുമെന്ന് പോകും. പക്ഷെ ഇത്രയും അധികം കളക്ഷൻസ്, നല്ല ഓണം കളക്ഷൻസ് ഉണ്ട്. അതെ അതെ. ഇതിനകത്ത് കേറുമ്പോ തന്നെ കുഞ്ഞുങ്ങളുടെ കരച്ചിലുണ്ട്. ഓണത്തിനുള്ള കുഞ്ഞു കുട്ടിക്ക് ഒരു 2 വയസ്സല്ലേ? 2 വയസ്സ്. 2 വയസ്സ് വേണ്ട, ഒരു 1-2 സെറ്റായിട്ടാണോ വരുന്നത്? ഇത് കറക്റ്റായിരിക്കും അല്ലേ? ആ ഓക്കെ. പൊട്ടിക്കുന്ന മുണ്ട് അത് സെറ്റ് വരത്തില്ല, നമ്മൾ സെപ്പറേറ്റ് എടുക്കണം. സെപ്പറേറ്റ് മുണ്ടും ഇതോടെ എടുത്താൽ മതി. ഈ മുണ്ടിന് വേറെ ചെറിയ സൈസ് ഉണ്ടോ? ഇത് 1 ആണോ? 1 ഇയർ ആണ്. ഓക്കെ, ഇതുപോലത്തെ മതിയായിരിക്കും അല്ലേ? ഇത് ഭയങ്കര സോഫ്റ്റാണ്, നോക്കി കണ്ടോ? ഇത് നല്ല ചേച്ചി, ഇത് മതി, വൈറ്റ് മതി. എന്നാൽ ഇതെടുത്തോ. 1 2
താങ്ക് യു. അപ്പൊ അങ്ങനെ താങ്ക് യു സോ മച്ച്. ഞങ്ങളുടെ കൂടെ രാവിലെ തൊട്ട് നിന്നെല്ലാം സെറ്റ് ചെയ്തതാണ്. എന്നുവെച്ചാൽ ഇന്നത്തെ ദിവസം ഇത് നടക്കുമോ എന്നുള്ളത് എനിക്ക് സംശയമായിരുന്നു. എന്നുവെച്ചാൽ അറിയാം ബാക്ക് ടു ബാക്ക് കുറേ പരിപാടികളുണ്ടായിരുന്നു. പിന്നെ എടുത്തില്ലെങ്കിൽ പിന്നെ ഇനി ഒരു ദിവസം പാടല്ലേ എന്ന് വെച്ചിട്ടാണ് ഇന്ന് പോകുന്നത്. അപ്പം എനിവേ താങ്ക് യു സോ മച്ച്. ഇനി സമയം പോലെ ഒന്നുകൂടെ ഇറങ്ങാം. ഓണം കഴിഞ്ഞിട്ടും ഞാൻ ഇടയ്ക്കിടയ്ക്ക് ശരി ശരി ശരി. അപ്പോൾ ഗൈസ് അങ്ങനെ ഫൈനലി നമ്മുടെ ഓണം ഷോപ്പിംഗ് ഏകദേശം ഒരു എൻഡിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പം നമ്മൾ രാവിലെ കയറുന്നത് ഇപ്പം തിരിച്ചിറങ്ങുമ്പോൾ രാത്രിയായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങളും വന്ന് നിങ്ങളെ കുറേ പേരൊക്കെ ഓണത്തിൻ്റെ ഡ്രസ്സസൊക്കെ എടുത്തെന്ന് അറിയാം. എന്നാൽ ഇനിയൊക്കെ എടുക്കാനുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഇങ്ങനെ വരെ കുറേ അധികം അടിപൊളി കളക്ഷൻസ് വന്നിട്ടുണ്ട്. ഓരോ ആഴ്ച കൂടുമ്പോൾ പുതിയ പുതിയ കളക്ഷൻസ് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഹാപ്പി ഓണം. ഇനി അടുത്തത് വരുന്നത് ഞങ്ങളുടെ വീട്ടിലെ ഓണം സെലിബ്രേഷൻ്റെ വീഡിയോ ആയിരിക്കും. അപ്പം അതും കാണാം. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്. അഡ്വാൻസ് ആയിട്ട് ഹാപ്പി ഓണം പറഞ്ഞോ.